ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു റൈസ് ടു ആർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ അനാട്ടമിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. RGHS കൂട്ടുകാർക്കെല്ലാം ആവശ്യമായ അനാട്ടമിയുടെ ഫസ്റ്റ് പാർട്ടിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സെക്കൻഡ് പാർട്ട് താമസിക്കാതെ അപ്ലോഡ് ചെയ്യുമെന്ന്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഇന്ന് നമ്മുടെ ഈ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു അടുത്ത 5 ചാപ്റ്റേഴ്സ്. നെക്സ്റ്റ് ആയിട്ടുള്ള 6 തൊട്ട് 10 വരെയുള്ള ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെൻസറി ഓർഗൻസ്, മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റം, റീനൽ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം. ഈ 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് അനുസരിച്ച് മാത്രമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സെൻസറി ഓർഗൻസ് ആണ്. ഈ സെൻസറി ഓർഗൻസിൽ നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് നമുക്ക് വരാൻ ചാൻസ് ഉള്ള വെരി ഷോർട്ട് ആൻസേഴ്സ് മാത്രമാണ്. അതായത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാത്രമാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കാണാം. അതിൽ തന്നെ ആദ്യം നമുക്ക് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് സ്കിൻ വിത്ത് എ ഡയഗ്രാം. സ്കിന്നിന്റെ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് വിത്ത് എ ഡയഗ്രാം. 2 മാർക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ജസ്റ്റ് ഡയഗ്രാം മാത്രം നമ്മൾ വരച്ചാൽ മതി. അതുപോലെ തന്നെ അതിന്റെ പാർട്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനൂടി ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് മെയിൻ ആയിട്ടും പാർട്സ് വരുന്നത്? എപ്പിഡെർമിസ് ഉണ്ട്, അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസ്, അറക്ടർ പില്ലി മസിൽസ്, സ്വെറ്റ് ഗ്ലാൻസ്, ഡെർമിസ്, അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസ്, പാപ്പില, ഹെയർ ബൾബ്, ഡെർമൽ പാപ്പില എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ പാർട്സ് വരുന്നുണ്ട്. ആ പാർട്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദി കോണ്ടന്റ്സ് ഓഫ് മിഡിൽ ഇയർ ആണ്. കോണ്ടന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് എന്താണ് പാർട്സ് തന്നെയാണ് ഏകദേശം ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് 3 ബോൺസ് ഉണ്ട്, അതുപോലെ 2 മസിൽസ് ആൻഡ് 2 നെർവ്സ് ആണ് നമ്മുടെ മിഡിൽ ഇയറിനുള്ളത്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ കോണ്ടന്റ്സ് ആയിരിക്കും എഴുതേണ്ടത്. ഇതിനകത്ത് ബോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മാലിയസ്, ഇംഗസ് ആൻഡ് സ്റ്റേപ്പസ്. പിന്നെ മസിൽസ് എന്ന് പറയുമ്പോൾ ടെൻസർ ടിംപാനി ഉണ്ട്, സ്റ്റെപ്പീഡസ് ഉണ്ട്. നെർവ്സ് എന്ന് പറയുമ്പോൾ കോഡെ, ടിംപാനി ആൻഡ് ടിംപാനിക് പ്ലെക്സസ്. ഇതാണ് മെയിൻ ആയിട്ട് കോണ്ടന്റ്സ് ഓഫ് എ മിഡിൽ ഇയർ പറയുന്നത്. പിന്നെ ഇത് കൂടാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നെയിം ദി ഇയർ ഓസിക്കിൾസ് എന്ന് മാത്രം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേപ്പസ്, ഇംഗസ്, മാലിയസ് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നതിനൊപ്പം ഒരു ചെറിയൊരു പിക്ചർ കൂടി വരയ്ക്കുകയാണെങ്കിൽ ആ 2 മാർക്ക് സുഖമായിട്ട് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തെന്ന് പറയുന്ന ഇത്രയാണ് മെയിൻ ആയിട്ടും പ്രീവിയസ് ഇയർ കണ്ടിട്ടുള്ള ഈ സെൻസറി ഓർഗന്റെ അകത്തുനിന്ന് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി കണ്ടുപോകാം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മസിൽസ് ഓഫ് ഐബോൾ. അതിൻ്റെ അകത്ത് ആദ്യത്തെ വരുന്ന എക്സ്ട്രാ ഓക്കുലാർ മസിൽസ് അത് ഏതൊക്കെയാണുള്ളത്? 4 റെക്ടൈ മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഒബ്ലിക് മസിൽസ് ഉണ്ട്, അതുപോലെ ദ ലെവേറ്റൽ പാൽപ്പറ സുപ്പറോറിസ് ഉണ്ട്. ആൻഡ് ഇത് റെക്ടൈക്കകത്ത് വരുന്ന 4 എണ്ണമാണ്. സുപ്പീരിയർ റെക്ടസ് ഉണ്ട്, ഇൻഫീരിയർ റെക്ടസ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ റെക്ടസ്. ഒബ്ലിക്കിന്റെ അകത്ത് വരുന്ന സുപ്പീരിയർ ഒബ്ലിക്, ഇൻഫീരിയർ ഒബ്ലിക്. ആൻഡ് ഈ മസിൽസ് മാർക്ക് ചെയ്യുന്ന ഒരു പിക്ചർ കൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടിംപാനിക് മെംബ്രെയിൻ ആണ്. ടിംപാനിക് മെംബ്രെയിൻ ഒരു ഡിഫൈൻ ടിംപാനിക് മെംബ്രെയിൻ എന്ന രീതി ചോദിക്കാം. അപ്പൊ എന്താണ്? തിൻ സെമി ട്രാൻസ്പെറന്റ് പേർലി വൈറ്റ് ഓവൽ മെംബ്രെയിൻ ആണ്. അതിന്റെ ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുക. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ദിസ് മെംബ്രെയിൻ മൂവ്സ് ഇൻ റെസ്പോൺസ് ടു ഇയർ വൈബ്രേഷൻ. ഇയർ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യുന്നു. ആ മൂവ്മെന്റ് ഈ വൈബ്രേഷൻസ് ആണ് പിന്നെ ഇയർ ഓസിക്കിൾസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അതിന്റെ ഫംഗ്ഷൻ കൂടി എഴുതുക. പിന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഗൻ ഓഫ് കോർട്ടി, അല്ലെങ്കിൽ കോക്ലേ എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ഓർഗൻ ഓഫ് കോർട്ടി ചോദിക്കാം. ഓർഗൻ ഓഫ് കോർട്ടി ചോദിക്കുകയാണെങ്കിൽ കോക്ലേക്കകത്തെ ഒരു സെൻസറി ഓർഗൻ ഫോർ ഹിയറിംഗിന് ആവശ്യമുള്ള ഒരു സെൻസറി ഓർഗനാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. ആൻഡ് ഇത് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺവേർട്സ് സൗണ്ട് വൈബ്രേഷൻസ് ഇൻടു നെർവ് ഇമ്പൾസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോക്ലിയയിലാണ്. അതുപോലെ തന്നെ ഹെയർ സെൽസ്, സപ്പോർട്ടിംഗ് സെൽസ്, അതുപോലെ ബേസിലാർ മെമ്മറി, ഇതൊക്കെയാണ് അതിന്റെ മെയിൻ പാർട്സ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ജസ്റ്റ് 2 മാർക്കിന് എഴുതാനുള്ളത് മാത്രം നോക്കി വെക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെൻസറി ഓർഗനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മസ്കുലോസ്കെൽറ്റൽ സിസ്റ്റത്തിലേക്കാണ്. അവിടെ നിന്ന് നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ഷോർട്ട് ആൻസേഴ്സും ആണ്. വെച്ചാൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ്. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിട്ടുള്ള ഏതൊക്കെയാണെന്നൊന്ന് കാണാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ലിസ്റ്റ് ദ ജോയിന്റ്സ് ഓഫ് ദി അപ്പർ ലിം, എക്സ്പ്ലെയിൻ ദി ഷോൾഡർ ജോയിന്റ് ഇൻ ഡീറ്റെയിൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അപ്പർ ലിമ്പിന്റെ ജോയിന്റ്സ് ആണ്, ഇതെന്നെ മാറിപ്പോയത്, ബോൺസ് അല്ല ജോയിന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്.
പിന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലാസിഫൈ ദി ജോയിൻസ് വിത്ത് എക്സാമ്പിൾ, ഡിസ്ക്രൈബ് ദ സൈനോവിയൽ ജോയിൻ ഇൻ ഡീറ്റെയിൽ. സൈനോവിയൽ ജോയിൻ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈനോവിയൽ ജോയിന്റ് പഠിക്കുമ്പോൾ അതിന്റെ പിക്ചർ ഡയഗ്രാം നല്ല വൃത്തിക്ക് വരച്ച് പഠിക്കാൻ ഓർക്കുക. അത് ഷോർട്ട് ആൻസർ ആയിട്ടും 5 മാർക്കിനും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ PYQ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദി മസിൽസ് ഓഫ് ദി ഗ്ലൂട്ടിയൽ റീജിയൻ, ഡിസ്ക്രൈബ് ദി ഗ്ലൂട്ടിയസ് മാക്സിമസ് ഇൻ ഡീറ്റെയിൽ. ഗ്ലൂട്ടിയൽ റീജിയനിലെ മസിൽസ് ഇത് 2-3 തവണ പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും നല്ല ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോകാൻ ഓർക്കുക. അടുത്തതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ജോയിൻസ് വിത്ത് എക്സാമ്പിൾസ്. ജോയിൻസിന് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അപ്പൊ ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ക്ലാസിഫിക്കേഷൻ വരുന്നത് ഏതൊക്കെയാണ് ജോയിൻസിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫൈബ്രസ് ജോയിൻസ് ഉണ്ട്, കാർട്ടിലേജസ് ജോയിൻസ് ഉണ്ട്, അതുപോലെ തന്നെ സൈനോവിയൽ ജോയിൻസ് ഉണ്ട്. ഇതിന്റെയൊക്കെ വിത്ത് എക്സാമ്പിൾസ് അതുപോലെ തന്നെ വിത്ത് എക്സ്പ്ലനേഷൻ പഠിക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ക്ലാസിഫൈ ദി ജോയിൻസ് ആൻഡ് എക്സ്പ്ലെയിൻ ദി ഹ്യൂമറസ് ഇൻ ഡീറ്റെയിൽ. ജോയിൻസ് പിന്നെയും ക്ലാസിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഹ്യൂമറസ് ആണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മസിൽസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ക്ലാസിഫൈ ദി ബോൺസ് വിത്ത് എക്സാമ്പിൾസ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മസിൽസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എഗെയിൻ സൈനോവിയൽ ജോയിന്റ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ആൻഡ് ലേബൽ ദി ബോൺസ് ഓഫ് ദി സ്കൾ ആൻഡ് ഡിസ്ക്രൈബ് ദം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്കളൊക്കെ വരുമെന്ന്, പക്ഷെ സ്കള് ഒരു പ്രാവശ്യം 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ സ്കളിന്റെ ബോൺസും കാര്യങ്ങളെല്ലാം വിത്ത് എക്സ്പ്ലനേഷൻ വിത്ത് ഡയഗ്രാം എല്ലാം വരച്ച് പഠിച്ച് നന്നായിട്ട് പോകാൻ ശ്രമിക്കുക. അടുത്ത ഞാൻ പറഞ്ഞ തന്നെ സൈനോവിയൽ ജോയിന്റ് ആണ്. ക്ലാസിഫൈ ജോയിന്റ്സ് ആൻഡ് റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ദി സൈനോവിയൽ ജോയിന്റ്സ്. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടും നമ്മുടെ ഇതിന്റെ അകത്തുനിന്ന് പ്രീവിയസ് ഇയർലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് കൂടി നമുക്കൊന്നൊന്ന് കണ്ടുപോകാം. ക്ലാസിഫൈ കാർട്ടിലേജ് എന്ന് ചോദിക്കുക, അതുപോലെ തന്നെ ഹൈലൈൻ കാർട്ടിലേജിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുത്ത് ചോദിക്കാം. പിന്നെ നമ്മളോട് ഷോൾഡർ ജോയിന്റ് ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹിപ്പ് ജോയിന്റും അതുപോലെ തന്നെ നീ ജോയിന്റും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡെൽറ്റോയിഡ് മസിൽസ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വരച്ച് പഠിച്ചിരിക്കണം, അതിന്റെ എക്സ്പ്ലനേഷനും അറിഞ്ഞിരിക്കുക. പിന്നെ ചാൻസ് ഉള്ളതാണ് റൊട്ടേറ്റർ കഫ് മസിൽസ്, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കാർപ്പൽ ബോൺസ്. കാർപ്പൽ ബോൺസും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ മാൻഡിബിൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ സ്കെൽറ്റൽ മസിൽസ്, അതുപോലെ തന്നെ കാർഡിയാക് മസിൽസ്, സ്മൂത്ത് മസിൽസ് എന്നൊക്കെ മാത്രം എടുത്തു ചോദിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത് റീനൽ സിസ്റ്റം ആണ്. റീനൽ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് അല്ല ഷോർട്ടസ്റ്റ്, വെരി ഷോർട്ട് ആൻസേഴ്സ് ആൻഡ് MCQ ആണ്. അപ്പൊ നമ്മൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏതൊക്കെയാന്ന് കാണാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നെയിം ദി പാർട്സ് ഓഫ് മെയിൽ യൂറീത്ര. മെയിൽ യൂറീത്രയുടെ പാർട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാർട്സ് മാത്രം ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യാതെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്പ്ലെയിൻ ദി ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് കിഡ്നി. അത് ഒരുപാട് തവണ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് കിഡ്നി ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാപ്റ്ററിൽ നിന്ന് മറക്കാണ്ട് പഠിച്ചിരിക്കണം. ലെഫ്റ്റ് കിഡ്നി മാത്രം എടുത്തു ചോദിച്ചിട്ടുണ്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അതുപോലെ തന്നെ കിഡ്നി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിന്റെ സ്ട്രക്ചർ അല്ലെ ഗ്രോസ് അനാട്ടമി അല്ലെങ്കിൽ അനാട്ടമിക്കൽ സിഗ്നിഫിക്കൻസ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലാം നോക്കി വെക്കുക. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് കിഡ്നി ഇൻ ഡീറ്റെയിൽ. അത് സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രൈബ് നെഫ്രോൺ ഇൻ ഡീറ്റെയിൽ എന്നൊരു ക്വസ്റ്റ്യൻ കൂടി കണ്ടിട്ടുണ്ട്, 5 മാർക്കിനാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ അകത്ത് കിഡ്നിയും യൂറിനറി ബ്ലാഡറും മറക്കാതെ പഠിച്ചേച്ച് പോവുക. പിന്നെ ഇതൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഡയഗ്രാം 1, 2, 3 ഡയഗ്രാം തന്നെ വരച്ച് പഠിക്കുക. ഇപ്പം അതിന്റെ പാർട്സ് ജസ്റ്റ് ഒരു ഓവറോൾ പാർട്സ് കാണിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അതിന്റെ റിലേഷൻസ് കാണിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അതിന്റെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കാണിക്കുന്നതാവട്ടെ, അങ്ങനത്തെ 2-3 പിക്ചേഴ്സ് ഓരോ പർട്ടിക്കുലർ പാർട്സിന്റെ പഠിച്ചേച്ച് പോകാൻ ശ്രമിക്കുക. ഇതിന്റെ അകത്ത് പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരെണ്ണം ഡിസ്ക്രൈബ് ദി പാർട്സ് ഓഫ് യൂറിനറി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും യൂറിനറി ബ്ലാഡർ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദി പാർട്സ് എന്ന് മാത്രം വേണേ ചോദിക്കാം, 5 മാർക്കിന് പാർട്സ് മാത്രമായിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ യൂറിനറി സിസ്റ്റം വിത്ത് ഓരോ പാർട്സും ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്യുക. പിന്നെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കവറിങ് ഓഫ് കിഡ്നി.
അതൊരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ യുറീത്ര, നമ്മളോട് പ്രീവിയസ് ഇയർ കണ്ടിട്ടുള്ള മെയിൽ യുറീത്ര എന്നാണ്, അത് സാധാ യുറീത്ര ആയിട്ടും 5 മാർക്കിന് ചോദിക്കാം. ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് റീനൽ സിസ്റ്റത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എന്തായാലും കിഡ്നി, യൂറിനറി ബ്ലാഡറും പഠിക്കാണ്ട് അത് പോവരുത്. അടുത്ത ചാപ്റ്റർ വരുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് വരാൻ ചാൻസ് ഉള്ള മോഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MCQ ഉണ്ട്, അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസേഴ്സ്, ഷോർട്ട് എസ്സേ. ഇതുപോലെ തന്നെ റീനൽ സിസ്റ്റം പോലെ തന്നെയാണ്, ഷോർട്ട് എസ്സേസ് ഉണ്ട്, വെരി ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട്, MCQ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ യൂട്രസ് ആണ്. യൂട്രസ് അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് യൂട്രസ്. യൂട്രസിന്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, മസിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് യൂട്രസ് എന്നൊരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിരിക്കുക. ബാക്കി നമുക്ക് പോസിബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. നെയിം ദി പാർട്സ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മാത്രം എടുത്തു ചോദിക്കാം. അപ്പൊ പാർട്സ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡയഗ്രാം വരച്ച് പഠിക്കണം. അതുപോലെ തന്നെ അനാട്ടമി ഓഫ് ഓവറി ചോദിക്കാം, അനാട്ടമി ഓഫ് ടെസ്റ്റിസും ചോദിക്കാം. പിന്നുള്ള ഒരു പോസിബിൾ ഫലോപ്പിയൻ ട്യൂബ് എന്ന് മാത്രം 5 മാർക്കിന് ചോദിക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് അത്യാവശ്യം ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രോസ്റ്റേറ്റ് ഒരു 5 മാർക്കിന് എഴുതാവുന്ന രീതി നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോവുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്ത വരുന്ന നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റം വരുമ്പോൾ നമ്മുടെ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് പ്രതീക്ഷിക്കാവുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ് എസ്സേ ഉണ്ട്, ഷോർട്ട് എസ്സേസ് ഉണ്ട്, അതുപോലെ വെരി ഷോർട്ട് ആൻസേഴ്സും ഉണ്ട്, MCQ ഉണ്ട്. സോ 4 മോഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഈ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം പോലെ തന്നെ നെർവസ് സിസ്റ്റവും ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നെർവസ് സിസ്റ്റം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവരും പഠിക്കണം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ഒന്ന് കാണാം. ക്ലാസിഫൈ ദി നെർവസ് സിസ്റ്റം ആൻഡ് റൈറ്റ് എ നോട്ട് ഓൺ ന്യൂറോൺ സ്ട്രക്ചർ ചോദിച്ച് സെപ്പറേറ്റ് കുറെ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂറോണിന്റെ സ്ട്രക്ചർ വരച്ചു പഠിക്കണം, അതിന്റെ ഓരോ പാർട്സ് മാർക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഓരോ പാർട്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും അറിഞ്ഞിരിക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. റിപ്പീറ്റഡ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതാണ് നെയിം ദി പാർട്സ് ഓഫ് ദി നെർവസ് സിസ്റ്റം, ഡിസ്ക്രൈബ് ദി സെറിബ്രം ഇൻ ഡീറ്റെയിൽ. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നെയിം ദി പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം, ഡിസ്ക്രൈബ് ദി സെറിബെല്ലം ഇൻ ഡീറ്റെയിൽ എന്നും ചോദിച്ചിട്ടുണ്ട് എസ്സേ ക്വസ്റ്റ്യൻ. സോ സെറിബ്രോ ഒക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം നന്നായിട്ട് ഡയഗ്രാം വരച്ച് പഠിക്കുക, അതുപോലെ തന്നെ മാർക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കുക. സ്പൈനൽ കോഡ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെയിം ദി പാർട്സ് ഓഫ് ബ്രെയിൻ സ്റ്റെം ചോദിച്ചിട്ടുണ്ട്. Then again the classify the nervous system and write a note on neuron, അതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നെയിം എനി 4 ക്രേനിയൽ ബോൺസ് ചോദിച്ചിട്ടുണ്ട്. ക്രേനിയൽ ബോൺസ് നമ്മൾ മാർക്ക് ചെയ്യാനും ഒരു ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം. നെയിം ദി മേജർ പാർട്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ മേജർ പാർട്സ് ചോദിച്ചിട്ടുണ്ട്. അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ. ഡയഗ്രാം എല്ലാവരും മറക്കാതെ വരച്ച് പഠിക്കണം. പിന്നെ ക്രേനിയൽ നെർവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിസ്റ്റ് നെയിം എനി 4 ക്രേനിയൽ നെർവ്സ് അല്ലെങ്കിൽ നെയിം ഇന്ന ക്രേനിയൽ നെർവ്സ് എന്നൊക്കെ ചോദിച്ചു വേണമെങ്കിൽ ചോദിക്കാം. അപ്പം 12 ക്രേനിയൽ നെർവ്സിന്റെ നെയിംസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ മെനിഞ്ചിയൽ കവറിങ്സ് ഓഫ് ദി ബ്രെയിൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത്രയാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ നെർവസ് സിസ്റ്റത്തിന്റെ അകത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഏതൊക്കെയാ വരാൻ ചാൻസ് ഉള്ളതെന്ന് കൂടി നോക്കി പോകാം. അതിൻ്റെ അകത്ത് മിഡ് ബ്രെയിന്, തലാമസ് ഇതൊക്കെ എടുത്ത് 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ബ്രെയിൻ എന്ന് മാത്രം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരെണ്ണമാണ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ്. നെർവ് പ്ലെക്സസിന്റെ അകത്ത് വരുന്ന മെയിൻ ഒരു ഇതാണ് ബ്രേക്കിയൽ പ്ലെക്സസ്. അതും വേണേൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ സ്പൈനൽ കോഡിന്റെ അനാട്ടമി, സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറും വരച്ച് പഠിക്കണം. സ്പൈനൽ കോഡ് വേണമെങ്കിൽ എസ്സേ 10 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അതിന്റെ ഒരു 10 മാർക്കിന് എന്ന രീതിയിൽ തന്നെ പഠിക്കാൻ ഓർക്കുക. 5 മാർക്കിന് മാത്രം പഠിച്ചാൽ മതിയാവില്ല. പിന്നെ അതുപോലെ തന്നെ മെനിഞ്ചസ് മെനിഞ്ചൽ കവറിങ്സ് ഓൾറെഡി പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളതാണ്. മെനിഞ്ചസ് എന്ന് മാത്രം എടുത്ത് ചോദിക്കാം.
സോ ഇത്രയാണ് നമുക്ക് പോസിബിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അനാട്ടമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇത് സെക്കൻഡ് പാർട്ട് ആണ്. നമ്മൾ നമ്മുടെ 11 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷൻ ത്രൂ അറിയിക്കുക. നിങ്ങൾക്ക് എന്തിന്റെയും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളോട് ഇൻസ്റ്റാ ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ നോട്ട്സ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ ഫിസിയോളജി ഡിസ്കഷനുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.